സാമൂഹ്യ സേവനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ കാണാൻ ഹൈറ്റ്സിലേക്ക് ഉയരണം. ആഗ്രഹമില്ലാത്ത ഒരാളും ഹൈറ്റ്സിലേക്ക് ഉയരുകയില്ല. പക്ഷേ അതിലൊക്കെ ഉപരിയായി ഈ വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ഈ ചർച്ചിൽ നിന്നിട്ട് പറയട്ടെ, ഒരു ഈശ്വരാനുഗ്രഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു രാജ്യത്ത് ഈ ഒരു ഉന്നത പദവി നമുക്ക് അഭിമാനിക്കാം. മലയാളികളായ നമ്മുടെ സമൂഹത്തിന് ഒത്തൊരുമിച്ച് അഭിമാനിക്കാം, ഈ പള്ളിക്ക് അഭിമാനിക്കാം, ക്രിസ്ത്യൻ സമൂഹത്തിന് അഭിമാനിക്കാം, ഈ ദേശത്തിന് അഭിമാനിക്കാം, കേരളത്തിന്, ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ ആയിത്തീരാനായിട്ട് അങ്ങേക്ക് ഇടയായത്. ഇനിയും ഹൈറ്റ്സിലേക്ക്, നാഷണൽ ലീഡർഷിപ്പിൽ ഹൈറ്റ്സിലേക്ക് അങ്ങ് ഉയരുവാനായിട്ട് തിരുമനസ് പറഞ്ഞതുപോലെ ഇടയായിട്ട് തീരും. അതിന് സംശയമൊന്നും. ഇവിടെ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ every day we will do miracles. We expect miracles that will happen in our life. നമ്മുടെ ജീവിതത്തിൽ എന്നും അത്ഭുതങ്ങൾ നടക്കണം. തിരുമനസിന്റെ കാര്യം ഇപ്പം നമുക്ക് അദ്ദേഹത്തോട് പറയുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് ശുശ്രൂഷകൾ അദ്ദേഹം നേരിട്ട് എപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ക്ലോസ് ആയിട്ട് പരിചയപ്പെടുന്നത്. ഒരുപാട് ശുശ്രൂഷകൾ വരുമ്പോഴത്തേക്ക് എനിക്ക് പലപ്പോഴും ഇടുക്കിയിൽ നിന്ന് കോൾ വരും. ഇവിടെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ വിവാഹ ശുശ്രൂഷയിൽ എൻ്റെ ഫാദറിന്റെ അനിയന്റെ മോന്റെ കല്യാണം, ഞാൻ ഒരു 2 മിനിറ്റോടെ എടുത്തിട്ട് പെട്ടെന്ന് നിർത്തിക്കോളാം. കല്യാണം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ആണെന്ന് പറഞ്ഞ് ഞാൻ സെമിത്തേരി പോയിരുന്ന കമ്പ്യൂട്ടറിൽ ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറ് മുഴുവൻ ചെയ്യാൻ താമസിച്ചത്. പക്ഷെ വേറൊരു ഭരണസ്ഥലത്ത് അങ്ങയുടെ ശുശ്രൂഷ കണ്ടുകൊണ്ട് ഞാൻ പോകാതെ കൊണ്ടുവന്ന ആ സ്വരത്തിന്റെ ഗാംഭീര്യം, ആ പ്രാർത്ഥനയുടെ ഗാംഭീര്യം, കാരണം അതൊക്കെ ഒരു ആത്മാവിന്റെ ടച്ചാണ്. ഇവിടെ ഞാനിപ്പോ ഇദ്ദേഹത്തിന്റെ ചാൾസ് ആൻഡോ ജിൻസൺ ആൻഡോ ചാൾസ്, അദ്ദേഹത്തിന്റെ ഫാദറിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം എന്താ, നമുക്കിന്ന് അറിയാം, ഇന്നിപ്പോ പ്രിയപ്പെട്ട രജിസ്റ്ററി അവർ പറഞ്ഞിട്ടുണ്ട്, സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് ഞാൻ പല രീതിയിൽ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ ലീഡ് ചെയ്യുന്നയാളെന്നുള്ള രീതിയിൽ ഡിസ്ട്രിക്ട് ജഡ്ജി ഒരുപാട് കടമകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പോലീസും എക്സൈസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുമ്പോൾ കുട്ടികളുടെ ഈ വളർന്നു വരുന്ന കുട്ടികളുടെ കാര്യങ്ങൾ ഒരുപാട് എനിക്കറിയാം. ഞാൻ അവരുടെ അടുത്ത് പോകുന്നു, സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കുന്നു ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞ അനുസരിക്കത്തില്ല, മാതാപിതാക്കൾ പറഞ്ഞ അനുസരിക്കത്തില്ല. പക്ഷേ ഈ ഒരു പിതാവ് പറഞ്ഞത് അനുസരിച്ച് നല്ല രീതിയിൽ വളർത്തി ഈശ്വരാനുഗ്രഹം അദ്ദേഹത്തിൽ ഞാൻ കാണുന്നത്. ഇപ്പൊ രജിസ്റ്ററിയ അവർ പറഞ്ഞു, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനായി. 2 ദിവസം അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചത് വലിയൊരു സംഭവമാണ്. അഡീഷണൽ ഡിസ്ട്രിക്ട് മനുഷ്യർ ഒക്കെ സ്വീകരിക്കാൻ വിടുവന്ന. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം എന്റെ സഹപ്രവർത്തകൻ 24 മണിക്കൂർ എന്റെ കൂടെയുള്ള ആളിപ്പോ വീഡിയോ എടുത്തിട്ട് അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹം പറയുക, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് സന്ധിച്ചായി വിളിച്ചോട്ടി എന്ന് കഴിഞ്ഞപ്പോൾ തോളെ കൈയുണ്ടാകും. ഉന്നതനാണോ വിനീതനാണോ? ഈ ഒരു ബന്ധം സൊസൈറ്റിയിൽ നിലനിർത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ ദൈവം ഹൈറ്റ്സിലേക്ക് ഉയർത്തി. ഞാൻ പിതാവിനെ അഭിനന്ദിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇടുക്കി ആർച്ച് ബിഷപ്പ്, ഇടുക്കി കത്തോലിക്ക സഭയുടെ ബിഷപ്പിന്റെ രജത ജൂബിലി ആഘോഷയ്ക്ക് അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മാതാവോടി ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ 2 ബിഷപ്പുമാരാണ് കത്തോലിക്ക സഭയുടെ. ജോൺ നെല്ലിക്കുന്നേൽ അവരുടെ ജ്യേഷ്ഠനും മധ്യപ്രദേശിൽ ബിഷപ്പാണ്. അപ്പൊ ഞാനത് അമ്മയുടെ അടുത്ത് ഞാൻ ആ അമ്മയുടെ പ്രാർത്ഥനയായിരിക്കാം മകനെ ഈ ഹൈറ്റ്സിലേക്ക്. പ്രിയപ്പെട്ട പിതാവേ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥനയും നിങ്ങളുടെ ആ മകനെ വളർത്തിയ രീതിയും ആ മനുഷ്യരോടുള്ള ഇടപെടലും ആ സമൂഹത്തിൽ പ്രവർത്തിച്ചതുമാണ് ഇതുപോലൊരു വ്യക്തിത്വത്തെ ലോകത്തിന് സംഭാവന ചെയ്യുവാനായിട്ട് സാധിച്ചത്. അത് എന്നും അഭിനന്ദനാർഹമാണ് എന്ന് പറയാനായിട്ട് ഈ സമയം വിനിയോഗിക്കുക. ഞാൻ മറ്റൊരു കാര്യം എനിക്ക് പ്രധാനപ്പെട്ടത് പറയാനായിട്ടുള്ളത്, ഇടുക്കി ജില്ലയിൽ ഞാൻ കുറച്ചു നാളായി വർക്ക് ചെയ്യുന്നു. ഇത്രയും മനോഹരമായ ഒരു ദേശം, 94 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എനിക്കിന്ന് ഇടുക്കി ഗസ്റ്റ് ഹൗസിൽ താമസിക്കണം. ഞാൻ അദ്ദേഹത്തിന് റൂം ബുക്ക് ചെയ്ത് കൊടുത്തു. തിരിച്ചു പോകാൻ നേരം അദ്ദേഹം പറഞ്ഞു, എനിക്കത് കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ പരസ്പരം സംസാരിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ 22 വയസ്സായി 94 രാജ്യങ്ങൾ സന്ദർശിച്ചു. 94 രാജ്യം സന്ദർശിച്ച ആൾ എത്രമാത്രം എഫോർട്ട് എടുത്തിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഈ കേരളം ഈ പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഇടുക്കി ജില്ല അതീവ മനോഹരിയാണ്. ഞാൻ അങ്ങനോട് പറഞ്ഞു, എൻ്റെ 2 മക്കൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഓസ്ട്രേലിയ മനോഹരമാണ്. എനിക്ക് ഇവര് പിള്ളേരെ വീഡിയോ കോളിലൊക്കെ വിളിക്കുമ്പോൾ പപ്പ ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു തരാറുണ്ട്. ഓസ്ട്രേലിയ മനോഹരമാണ്. ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അങ്ങേക്ക് എന്തെങ്കിലും
ഈ നമ്മുടെ കൊച്ചു കേരളത്തിന് വേണ്ടി ഇതിനു വേണ്ടി ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ അബ്ദുൽ കലാമിന്റെ വേറെ പോലെ സ്മോൾ birds stop their flight when rain comes, but eagle flies above the clouds and sees its destination. വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കൈ കോർത്തുനിന്ന്. ഞാൻ പണ്ട് കോട്ടയം കളക്ടറേറ്റ് ഉണ്ടായിരുന്നത് ഇവിടെ 30 വർഷം മുമ്പ് അൽഫോൺസ് എണ്ണനാണ് സാർ കളക്ടറായിരുന്ന സമയത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 2 മക്കളെയും ഹയർ സ്റ്റഡീസിൽ കൂടുന്നതിന് മുമ്പ് ഇവിടെ കഞ്ഞിക്കുണ്ടുള്ള വെറ്ററിനറിയിൽ കുറച്ച് ദിവസം അവിടുത്തെ എക്സ്പീരിയൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിർത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഈ കുഞ്ഞുങ്ങളെല്ലാം പോയി പാർട്ട് ടൈം ജോബ് വിദേശത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ആ സംസ്കാരത്തിലേക്ക് അത് വളരാതിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ സംസ്കാരത്തിലേക്ക് കുഞ്ഞുങ്ങൾ ആ സംസ്കാരവും ഒത്തുചേർപ്പിച്ചു. നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതും മതമേലധ്യക്ഷന്മാരെ ബഹുമാനിക്കുന്നതും മുതിർന്നവരെ ബഹുമാനിക്കുന്ന ആ സംസ്കാരവും ഓസ്ട്രേലിയയുടെ സെൽഫ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ സംസ്കാരവും ഒത്തൊരുമിച്ച് യോജിപ്പിക്കാൻ അങ്ങേ യൂത്ത് അഫയേഴ്സിന്റെ മിനിസ്റ്ററാണ്. ഞങ്ങൾക്ക് ഒരുപാട് സെമിനാറുകളും കാര്യങ്ങളും ഒക്കെ ഓസ്ട്രേലിയയിലെ ഒരുപാട് എക്സ്പേർട്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് അങ്ങേക്ക് സാധിക്കും. അങ്ങനെ സാധിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് തോളോട് തോൾ ചേർന്ന് നിൽക്കും. ഈ കേരളത്തിന്റെ ഡെവലപ്മെന്റ് അങ്ങനെ നാഷണൽ ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാകും, അങ്ങനെ ഇന്റർനാഷണൽ ആയിട്ട് ഡെവലപ്മെന്റ് ഉണ്ടാകട്ടെ. അങ്ങേ വീണ്ടും ഈ വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ഈ ചർച്ചയിലൂടെ നിൽക്കുമ്പോൾ ഈ തന്മനസ്സുകളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇനിയും ഹൈറ്റ്സിലേക്ക് ഉയരട്ടെ എന്ന് സിൻസിയറായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇത്രയും സമയം തന്ന ഇടപാടുകൾക്കും തിരുമനസ്സിനും പ്രശ്നിക്കും ഈ സഭയുടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.